ഹലോ ഓൾ, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. അപ്പോൾ നമ്മളിതാ പുതിയൊരു സെഷനുമായിട്ട് വന്നിരിക്കുകയാണ്. വേറൊന്നുമല്ല, നിങ്ങളത് ഓൾറെഡി തമ്മിൽ കണ്ടതാണ്. ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്ന തസ്തികയിലെ നോട്ടിഫിക്കേഷൻ PSC പുറത്തുവിട്ടിരിക്കുകയാണ്. നിങ്ങൾ ഏവരും കാത്തിരുന്ന പരീക്ഷ ഇതാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഇതാ 15/9/2025 ഗസറ്റിൽ പുറത്തുവിട്ടിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക. 15/10/2025 ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളതാണ്. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 360 നോക്കൂ, 360/2025 നോട്ടിഫിക്കേഷൻ നമ്പർ. നിങ്ങൾ PSCയിൽ എന്തെങ്കിലും ഒരു കാര്യം ഈ ഒരു തസ്തികയായിട്ട് ബന്ധപ്പെട്ട് വിളിക്കുമ്പോൾ അവർ നിങ്ങളോട് ചോദിക്കുന്ന കാറ്റഗറി നമ്പർ ആയിരിക്കും. നിങ്ങൾ ഇനി പരീക്ഷയ്ക്ക് ഈ ജോലിക്ക് കയറുന്നത് വരെ നിങ്ങളുടെ കാറ്റഗറി നമ്പർ നിങ്ങൾ മറക്കാൻ പാടില്ല. അതായത് ഞാൻ ഓർത്ത് വെച്ചിരിക്കുകയാണ് 593/2023. ഇത് പോലീസിന്റെ, ഞാൻ എഴുതിയ പോലീസിന്റെ കാറ്റഗറി നമ്പറാണ്. അപ്പം ഞാനിത് മറന്നിട്ടില്ല. അപ്പം നിങ്ങൾ കാറ്റഗറി നമ്പർ എന്ന് പറയുന്ന സാധനം നിങ്ങൾ ഒരിക്കലും മറക്കാനായിട്ട് പാടുള്ളതല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം. ദ പ്രിസൺ ആൻഡ് കറക്ഷണൽ സർവീസ്, നമുക്കറിയാം ജയിൽ വകുപ്പിലേക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ. നമുക്ക് ഇതിന്റെ ശമ്പള സ്കെയിൽ വന്നിട്ട് 27,900 മുതൽ 63,700 വരെയാണ് ഇതിന്റെ ശമ്പള സ്കെയിൽ വരുന്നത്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. വേക്കൻസി കൂടും. ഇപ്പൊ എല്ലാ പോസ്റ്റുകളും PSC ആന്റിസിപ്പേറ്റഡ് ആയിട്ട് തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ദാ നോക്കൂ, ഇവിടെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഇതൊരു NCA നോട്ടിഫിക്കേഷൻ അല്ല. പലരും വിചാരിക്കുന്നുണ്ടാവും ഇതൊരു NCA നോട്ടിഫിക്കേഷൻ ആണ്. പലപ്പോഴായിട്ട് ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ വിളിക്കാറുണ്ട്. പക്ഷേ ഇതൊരു NCA നോട്ടിഫിക്കേഷൻ അല്ല, ഇതൊരു ജനറൽ നോട്ടിഫിക്കേഷൻ ആണ്. നമ്മുടെ ഏജ് ലിമിറ്റ് വന്നിട്ട് 18 മുതൽ 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ച ആൾക്കാർക്കാണ് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. അതോടൊപ്പം തന്നെ ഏജ് റിലാക്സേഷൻ ഇതിൽ ബാധകമാണ്. ജനറൽ കാറ്റഗറി 36 വയസ്സാണെങ്കിൽ നമുക്ക് OBC കാറ്റഗറിക്ക് 39, നമ്മൾ LDക്ക് ഒക്കെ കൊടുക്കുന്ന അതേ പ്രായപരിധിയാണ്. SC ST വരുമ്പോൾ 5 വർഷം കൂടി 41 വയസ്സ് വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ആ ഒരു കാര്യം നമ്മളൊന്ന് പ്രത്യേകം മനസ്സിലാക്കി വെച്ചിരിക്കുക. ഈ പ്രായപരിധിയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇത് മറ്റ് ഫോഴ്സ് പരീക്ഷകളെ പോലെയല്ല, ഇത് കുറച്ച് കൂടുതൽ പ്രായപരിധി നമുക്ക് മുന്നിലേക്ക് വയ്ക്കുന്നുണ്ട്. ഇനി ഇതൊരു 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരു 10th ലെവൽ എക്സാം ആണ്. IRB പോലെ തന്നെ ഒരു 10th ലെവൽ എക്സാം ആണ്. പലർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, IRB എന്ന് പറയുമ്പോഴത്തേക്ക് അത് +2 ലെവലാണോ, അതൊരു 10ാം ക്ലാസ് ആണോ? ഒന്നുമല്ല, അതൊരു 10th ലെവൽ എക്സാം ആണ്. അതുപോലെ തന്നെയാണ് പ്രിസൺ ഓഫീസറും ഒരു 10th ലെവൽ എക്സാം ആണ്. ഇതിന് മുമ്പ് ഒരു പ്രിലിംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 10ാം ക്ലാസ് ആണ് ഇതിന്റെ യോഗ്യത എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസിന്റെ കാര്യം പറയുമ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്, 150 സെന്റിമീറ്റർ, 5 അടി ഉയരം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. വനിതകൾക്കുള്ള കാര്യമാണ് പറയുന്നത്. 5 അടി ഉയരം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ, 5 അടി. പിന്നെ SC ST കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്ക് ഹൈറ്റിൽ റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. SC ST കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർക്കാണെങ്കിലും ഹൈറ്റ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതല്ല. കാരണം ഇവിടെ 150 സെന്റിമീറ്റർ മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ പല ആൾക്കാരും ഒരു പരാതിയായിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഫോഴ്സ് പരീക്ഷ നോക്കാൻ എനിക്ക് പൊക്കമില്ല എന്ന്. അപ്പം അത്തരത്തിലൊരു പരാതിയുടെ ആവശ്യമേ ഇനി ഇവിടെ ഇല്ല. കേവലം 150 സെന്റിമീറ്റർ, ഞാൻ ഹൈറ്റ് അങ്ങനെ പറയുന്നതല്ല, എന്നാലും ഒരു 150 സെന്റിമീറ്റർ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഐസൈറ്റ്, വിഷൻ കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കുക. നമ്മൾ 6 out of 6 സ്നെല്ലൻ ചാർട്ട് ഇതെല്ലാം നിങ്ങൾക്ക് അറിയാൻ കൃത്യമായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്ലിയർ ഫുൾ ഫീൽഡ് വിഷൻ വേണം. പിന്നെ കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടായിരിക്കാൻ പാടില്ല, സ്പിൻ ടൈ ഉണ്ടായിരിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാനായിട്ട് പാടുള്ളതല്ല. പിന്നെ നമ്മുടെ ഫിസിക്കൽ ഡിഫക്റ്റുകളൊന്നും ഉണ്ടാവരുത്. പിന്നെ ഈ നോക്ക് നീ, ഫ്ലാറ്റ് ഫുട്ട്, വെരിക്കോസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും. പിന്നെ ഈ ബോലെക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒന്ന് വള്ളക്കാലം എന്ന് പറയുമ്പോഴേ ഇങ്ങനെ വളവുള്ള കാലുകളൊന്നും വരാനായിട്ട് പാടുള്ളതല്ല. പിന്നെ സ്പീച്ച്, ഹിയറിംഗ് അങ്ങനെയുള്ള പ്രത്യേകിച്ചുള്ള കാര്യങ്ങളൊന്നും പറയാറില്ല. പിന്നെ പ്രോട്രൂഡിംഗ് ടീത്ത്, ഇതിപ്പോൾ ഏകദേശം ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുമ്പ് ഒരു കാരണമായിട്ട് മാറുന്നില്ല എന്ന് PSC ഓൾറെഡി പണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, നമുക്കത് പിന്നെ നോക്കാം. ഇവിടെ നിങ്ങൾക്കൊരു 1 സ്റ്റാർ സ്റ്റാൻഡേർഡ് ഫിസിക്കൽ ടെസ്റ്റ് കൂടി ഉണ്ടായിരിക്കുന്നതാണ്. ഈ ഒരു റിട്ടൺ ഡെസ്റ്റിനേഷൻ ഇതൊരു ഫോഴ്സ് ലെവൽ പരീക്ഷ ആയതുകൊണ്ട് നിങ്ങൾക്കൊരു 1 സ്റ്റാർ ലെവൽ ഒരു ഫിസിക്കൽ ടെസ്റ്റും കൂടെ PSC നടത്തുന്നുണ്ട്. നമുക്കത് ഏതൊക്കെയാണ് ഐറ്റംസ് എന്ന് നോക്കാം. ഒന്ന് 100 മീറ്റർ ഓട്ടമാണ്. 17 സെക്കൻഡിലാണ് ഓടിക്കയറേണ്ടത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് 17 സെക്കൻഡ് ഓടിക്കേറിയാൽ മതി. നമുക്ക് പുരുഷന്മാർക്കാണെങ്കിൽ 14 സെക്കൻഡാണ്. ഓക്കെ, ഹൈ ജമ്പ് ഉണ്ട്. ഹൈ ജമ്പ് 106 മീറ്റർ ചാടിയാൽ മതി. 106 മീറ്റർ, 132 മീറ്റർ ആണ് നമ്മൾ പുരുഷന്മാർ ചാടുന്നത്. 1.30, 132 മീറ്റർ അല്ല, 132 മീറ്റർ അല്ല കേട്ടോ. ഇറ്റ്സ് ലൈക്ക് 132 സെന്റിമീറ്റർ ആണ് കേട്ടോ. നിങ്ങൾ അത് പേടിക്കണ്ട. 132 സെന്റിമീറ്റർ. നമ്മൾ ക്രിസ് ഗെയിൽ പോലും 132 മീറ്ററിൽ 6 ഒന്നും അടിക്കില്ല. അപ്പോൾ 132 സെന്റിമീറ്റർ ആണ് ഇത് വരുന്നത്.
106 സെന്റിമീറ്റർ ആണ്. നിങ്ങൾ അതിൽ പ്രത്യേകിച്ച് പേടിക്കേണ്ട കാര്യമില്ല, 106 സെന്റിമീറ്ററേ വരുന്നുള്ളൂ. പിന്നെ നമുക്ക് ലോങ് ജമ്പ് വരുമ്പോഴത്തേക്കും ഇവിടെ നിങ്ങൾക്ക് 305 സെന്റിമീറ്റർ ചാടിയ 305 സെന്റിമീറ്റർ, പുരുഷന്മാർക്ക് വരുമ്പോൾ 457 സെന്റിമീറ്റർ ആണ് ചാടേണ്ടി വരുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാം. പിന്നെ 4.88 ഷോട്ട്സ്, 4 കിലോ ഷോട്ട്സ് ആണ് നിങ്ങൾ എടുക്കേണ്ടത്. 4.88 അറിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ പാസ്സാവാൻ സാധിക്കും. നമുക്കാണെങ്കിൽ 5 കഴിഞ്ഞ് പോകേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ 200 മീറ്റർ 36 സെക്കൻഡിൽ ഓടിക്കയറാനായിട്ടാണ് അടുത്ത ഫിസിക്കൽ. പിന്നെ 14 മീറ്റർ ആണ് ത്രോയിങ് ദ ബോൾ വരുന്നത്. 26 സെക്കൻഡിൽ ഒരു ഷട്ടിൽ റേസ് വരുന്നുണ്ട്. പിന്നെ സ്കിപ്പിംഗ് നിർത്താതെയാണ്, സ്കിപ്പിംഗ് ചാടിക്കൊണ്ടേയിരിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് 1 മിനിറ്റിനുള്ളിൽ 80 പ്രാവശ്യം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫിസിക്കൽ ഇവിടെ തീരും. നിങ്ങൾക്ക് 8 ഐറ്റത്തിൽ 5 ഐറ്റം എടുത്താൽ നിങ്ങൾക്ക് ഫിസിക്കൽ പാസ്സാവാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ശരി. പിന്നെ ഈ ഫിസിക്കൽ പരീക്ഷ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു വെരിഫിക്കേഷൻ ഉണ്ടാകും PSCയുടെ ഭാഗത്ത്. നിങ്ങൾ PSC ഓഫീസിൽ പോയിട്ട് നിങ്ങളുടെ ഏത് ജില്ലയിലാണോ നിങ്ങൾ ചെയ്യുന്നത് ജില്ലാ ഓഫീസിൽ പോയിട്ട് നിങ്ങൾക്ക് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ അതുപോലെ നിങ്ങൾക്ക് NCC കാഡറ്റ് ആണ്, പേ BC സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ചുള്ള വെയിറ്റേജും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ടോപ്പ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ പഠിക്കുക. കാരണം അത്യാവശ്യം നല്ലൊരു പരീക്ഷയാണ്. ഈ പരീക്ഷയുടെ വേക്കൻസി വളരെ കുറവാണ് വേക്കൻസി സാധാരണ വരാറ്. പക്ഷേ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം അത്യാവശ്യം ഇപ്പോഴും നോട്ടിഫിക്കേഷൻ വന്നിട്ടേ ഉള്ളൂ. പരീക്ഷയുടെയൊക്കെ ഇനിയും സമയമെടുക്കും. അപ്പോൾ മാക്സിമം കാര്യങ്ങൾ നിങ്ങൾ പരീക്ഷയ്ക്ക് തന്നെ പഠിച്ചു പോവുക നന്നായിട്ട്. അതോടൊപ്പം തന്നെ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കോഡ് യൂണിഫോം 2025 എന്ന് പറയുന്ന ഒരു ബാച്ച് വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മളിപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. CPO WCP എല്ലാ പരീക്ഷകൾക്കുമായിട്ട് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് നല്ല മാർക്ക് ഉണ്ടെന്നൊക്കെ അറിയാൻ സാധിച്ചു. അപ്പം നിങ്ങൾക്ക് ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാം 80 മാർക്ക് എല്ലാ പരീക്ഷയും സെയിം ആണ്. 20 മാർക്കിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. ഈ 20 മാർക്കിൽ മാത്രമേ നമുക്ക് വ്യത്യാസം വരുന്നുള്ളൂ. ഈ 20 മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ. ഈ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിക്കോളാം. നമുക്കിപ്പോൾ ഓൾറെഡി കാന്താരം ബാച്ച് ഇപ്പോൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് കാന്താരം ബാച്ച് പോകുന്നുണ്ട്. വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബാച്ചാണ്. അതുപോലെ LDCക്ക് ബാച്ച് പോകുന്നുണ്ട്. എല്ലാം ഉണ്ട്. അപ്പം നിങ്ങൾക്ക് മറ്റു കാര്യങ്ങൾ കോഴ്സിനെ പറ്റി മാത്രമുള്ള പരീക്ഷയെ പറ്റിയുള്ള മറ്റെന്ത് കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാൻ ഞാനിവിടെ ഒരു നമ്പർ കുറിക്കുന്നുണ്ട്. ആ നമ്പർ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. 8281223366 ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അതോടൊപ്പം തന്നെ താഴെ ഒരു ഗൂഗിൾ ഫോം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോമിലേക്ക് നിങ്ങളൊന്ന് ഫില്ല് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളെ പഠന നിലവാരം മെച്ചപ്പെടുത്തേണ്ട എന്ത് ഹെൽപ്പിന് നിങ്ങൾക്ക് നമ്മളെ വിളിച്ച് സംസാരിക്കുന്നതാണ്. നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് എല്ലാവരും പഠിച്ചു തുടങ്ങുക. ഈ പരീക്ഷ സ്വപ്നം കാണുന്ന ആൾക്കാരാണെങ്കിൽ ഈ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അതായത് എന്താണ് ഈ ജോലിയുടെ സ്വഭാവം, എന്തൊക്കെയാണ് പ്രൊമോഷൻ സാധ്യത, എങ്ങനെയാണ് ഇതിന്റെ ശമ്പള സ്കെയില് കാര്യങ്ങൾ വരുന്നതെന്നുള്ളൊരു വീഡിയോ നമ്മൾ ഉടനടി തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പ്രൊമോഷൻ സാധ്യത, എത്ര പെട്ടെന്നാണ് നിങ്ങൾ പ്രൊമോട്ടറായി പോകുന്നത്, എല്ലാ കാര്യവും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ യൂണിഫോം പോസ്റ്റുകൾ അധികം വലിയ ജോലി ഭാരം ഇല്ലാത്തൊരു ജോലി എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും നല്ല ജോലിയാണ്, നല്ലൊരു പൊസിഷനിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു ജോലിയാണ്. നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ ആ വീഡിയോ നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ വീഡിയോ കണക്കാക്കാം. അപ്പോൾ മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു ഓൾ.